ജിപ്സി ഗേൾ. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇല്ലിക്കൽ കല്ലിലാണ്. ഞാൻ മുമ്പും ഇല്ലിക്കൽ കല്ല് പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ രണ്ടാമത് പിന്നെയും എന്ന്. പക്ഷേ ഇത്തവണ ഞാൻ ഇല്ലിക്കൽ കല്ല് ബാക്ക് സൈഡിലൂടെ ട്രെക്കിംഗ് ആണ് പോകുന്നത്. സോ അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു രാവിലെ. അപ്പം ഇവിടെ എത്തിയിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. അപ്പം ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഹരികൃഷ്ണനാണ്. ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. അതെ, അതെൻ്റെ വീട് പാലായിലാണ്. അപ്പം ഞാൻ രാവിലെ അവിടുന്ന് എറണാകുളത്ത് നിന്ന് പാലായിലോട്ട് വന്ന് അവിടുന്ന് ഞങ്ങൾ ജോയിൻ ചെയ്തിട്ടാണ് വരുന്നത്. സോ ഞാനിങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പം എന്നോടാണ് വഴിയൊക്കെ ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇത് കയറിയിട്ടില്ല. ഫസ്റ്റ് ടൈം പകുതി വഴി വരെ പോയിട്ട് തിരിച്ചു വന്ന അല്ല ആദ്യമായിട്ട് ഒരാളെ കിട്ടുന്നത് കയറാനായിട്ട്. അതെ, എന്താവും നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് കയറാം. സോ ഞങ്ങൾ കയറുന്ന വഴിക്ക് രണ്ട് പിള്ളേരെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞത് കുറച്ച് മേലേക്ക് കയറാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അവർ ട്രെക്കിംഗ് ഉറക്കെ പറ. അതെ, അവർ തിരിച്ചിറങ്ങി പോകുന്നതാണ് കണ്ടത്. കുറച്ച് ടാസ്ക്കാണ് അവർക്ക്. അതെ, അപ്പം ഞങ്ങൾ എന്തായാലും കയറി നോക്കാം. ഞങ്ങൾ കയറാനായിട്ട് തീരുമാനിച്ചു. ഏതായാലും ഞങ്ങൾ കയറും. അതെ, എനിക്ക് പുതിയ വ്ളോഗറെ കിട്ടി. കൊള്ളാം. നമുക്ക് എന്തായാലും കയറി നോക്കാം. എവിടെ വരെ കയറാൻ പറ്റും അവിടെ വരെ കയറും. ഓക്കെ. അവർക്ക് ബുദ്ധിമുട്ടായി, പേടിയായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. നമുക്ക് എന്തായാലും കയറി നോക്കാം. അവർ പറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് ഓരോരുത്തരുടെ ലെവൽ ഓഫ് ഇതനുസരിച്ചിരിക്കും. ചിലർക്ക് നമ്മളിപ്പം ഇത്രയും കയറിയത് പോലും കയറാൻ പറ്റില്ല, അങ്ങനെയും ഉണ്ട്. ഇതാണ്, ഇനിയാണ് നമുക്ക് ഇങ്ങോട്ട് കയറി പോകണം. ഇതാണ് പിള്ളേർ പറഞ്ഞ സ്ഥലം. ലൈക്ക് ഇവിടെ നിന്നാണ് അവർക്ക് കയറിപ്പോകാൻ കുറച്ച് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നണില്ല. ഇന്ന് കയറും പറയാം. പിന്നെ ചെവിയൊക്കെ അടഞ്ഞു ഭയങ്കരമായിട്ട്. ചെവി അടഞ്ഞു, ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. ആട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറാൻ പോവാണ്. നോക്കാം. ദൈവമേ, ഇവിടെ ഇപ്പൊ കവറാവും. ഹർഷഭാരത സംസ്കാരം, നമ്മുടെ സംസ്കാരം. അതെ, കുരിശ് ശരിയാ ഉണ്ടാവും. എല്ലാ മലയുടെ മണ്ടയ്ക്കിലും ഒരു കുരിശുണ്ടാവും. ആ കുരിശിന്റെ പൊക്കത്ത് വേറൊരുത്ത കുരിശ്. പറഞ്ഞതാണ് നമ്മുടെ ഇല്ലിക്കൽ കല്ല്. ഒരാളുടെ മുഖം പോലെ ഉണ്ട്, ഒരു പെണ്ണിന്റെ മുഖം ഇങ്ങനെ. ഒരു ഗൈസ്, നമ്മൾ ഈ കാണുന്ന വഴിയൊക്കെയാണ് കയറി വന്നത്. ഈ ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ടി എനിക്ക് വരാൻ വേണ്ടി.
ഇവ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടേനെ. കയറാൻ പറ്റില്ലായിരുന്നു. ഇവരെ കൈ പിടിച്ച് വലിച്ച് കയറ്റിയതുകൊണ്ടാണ് കുറേയൊക്കെ എനിക്ക് കുറച്ച് നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കയറി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ആരുടെയെങ്കിലും സഹായങ്ങൾ എനിക്ക് ആവശ്യമാണ്. എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇപ്പോൾ ഫുൾ ഫോഗ് വന്ന് മൂടിയൊക്കെയാണ്. അധികം വ്യൂ അത്ര വിസിബിൾ അല്ല. അപ്പോൾ നമ്മളിങ്ങനെ അതാ മഞ്ഞും കുടയൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കും. ചിലപ്പോൾ ഒരാൾക്ക് താഴെ ഇവിടെ പനി പിടിക്കാനും കോട്ടൺ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് വരെ റൈറ്റാണ് കയറി പോകേണ്ടത്. അപ്പം ഞങ്ങൾ ചുമ്മാ ഇവിടെ ഒരു വഴി കണ്ടപ്പോൾ ലെഫ്റ്റിലോട്ട് ഒരു വഴി കണ്ടപ്പം അവിടെ കയറി പോയത്. അപ്പം ഇവിടെ നല്ല രസമുണ്ട്. വ്യൂ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഫുൾ പാറ, ഈ ഒരു ഏരിയയിൽ ഫുൾ പാറയാണ്. അപ്പം ഞങ്ങളിങ്ങനെ വ്യൂ കാണാൻ വേണ്ടി കണ്ടോ. പക്ഷെ ഇപ്പോൾ ഫുൾ ഫോഗാണ്. വെയിലും വന്നു തുടങ്ങിയിട്ട് ചൂടുണ്ട്. ആക്ച്വലി ഇപ്പോൾ ഫോഗാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചൂടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗൈസ്, അപ്പം നമ്മളിവിടെ ഇതിൻ്റെ ഏറ്റവും ഇല്ലിക്കൽക്കൻ്റെ ബാക്ക് സൈഡിൽ ഏറ്റവും കയറിപ്പോകാൻ പറ്റാവുന്നിടത്തോളം വന്ന് എത്തിയിട്ടുണ്ട്. അപ്പം ആ കാണുന്നതാണ് ഇല്ലിക്കൽക്കല്ല് വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് പോയിട്ട് കാണുന്ന വ്യൂ വരുന്നത്. അപ്പം അതിൻ്റെ ബാക്ക് സൈഡാണ്, എക്സാക്ട് ബാക്ക് സൈഡിലാണ് ഇപ്പം നമ്മൾ ട്രെക്ക് ചെയ്ത് നിൽക്കുന്നത്. ഫുൾ മഞ്ഞായി, ഇപ്പം കാണാനില്ല അവിടെ. അതാ ഫുൾ മഞ്ഞായി. അയ്യോ, ഫുൾ പോയി. അവിടെ ആൾക്കാർ നിൽക്കുന്നത് കിട്ടും. ആ സോ ഗൈസ്, ഞങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വെയിലൊക്കെ വന്നു തുടങ്ങി. അപ്പം നമ്മൾ താഴെ എത്താറായില്ലേ? എടാ ഈ പൂ നോക്ക്, ലുക്ക് അറ്റ് ദിസ് ഗൈസ്. അത് രസമല്ലേ? ഇതാണ് മറ്റേ പറക്കുന്ന, ഊതിയ പറക്കുന്ന പൂ അല്ലേ? ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ തോന്നുന്നു ഇത് ഗൈസ്. ആ, അപ്പം നമ്മൾ ഇറങ്ങി താഴെ എത്താറായി. അത്യാവശ്യം വെയിലൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതെ, 12 മണിയായ വെയിലൊക്കെ അടിക്കും. ഞങ്ങൾ ഏറ്റവും മേലെ കയറിയിട്ട് അവിടെ കുറേ നേരം ഇരുന്നു. പിന്നെ വെയിൽ ഇങ്ങനെ ആവാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കറക്റ്റ് ടൈമിനാണ് ഇറങ്ങിയത്. താഴെ എത്തിയപ്പോഴേക്കും നമ്മൾ വന്ന വഴിയൊക്കെ നല്ല വെയിലായിട്ടുണ്ട്. സോ അത്ര തന്നെ. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ വന്നിട്ടുണ്ട്. ഇല്ലിക്കൽക്കല്ല് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ മാർമല വാട്ടർഫോൾസിലാണ് വന്നേക്കുന്നത്. അവിടുന്ന് ഒരു 7 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പം ഇവിടെ പാസ് ഉണ്ട്. സോ ഞങ്ങൾ പാസ് എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ്. സോ നമുക്കിവിടെ പെർ ഹെഡ് ടിക്കറ്റ് 30 ആണ് വരുന്നത്. 7 to 5 PM വരെയാണ് ടൈം കാര്യങ്ങൾ വരുന്നത്. പിന്നെ നമുക്കിവിടെ ഇറങ്ങി കുളിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള
ഓപ്ഷൻ ഉണ്ട്. സോ ഞങ്ങൾ ഇവിടെ വരണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഇല്ലിക്കൽക്കല്ല് മാത്രമായിരുന്നു. അപ്പം നിയർ ബൈ എന്തെങ്കിലും ഒരു സ്ഥലം കൂടെ കവർ ചെയ്യാം എന്നുള്ളൊരു ധാരണയിലാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. സോ കുളിക്കാൻ ഉള്ള വേറെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വെള്ളത്തിലിറങ്ങൽ ഉണ്ടാവില്ല. അതിൻ്റെ അടിയിലോ എന്നെ തേച്ചതാ. നീ ആ ഞങ്ങൾ വാട്ടർഫാൾസിലെത്തി. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ കാറ്റടിച്ചിട്ട് ഫുൾ വെള്ളം ഇങ്ങനെ ശീതളടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കോട്ട് വണ്ടി വെച്ചു. ഇവൻ്റെ കോട്ട് കയ്യിലുള്ളതുകൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു. എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. അത് അതിച്ചതാ. നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. നല്ല വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ബാത്തിങ് ഏരിയ വരുന്നത്. നേരത്തെ പോയത് വാട്ടർഫാൾസ് ആണ്. ഇതിലേ പോയാലാണ് നമുക്ക് കുളിക്കാനൊക്കെ ഇറങ്ങാനുള്ള സ്ഥലം. വാട്ടർഫാൾസിൻ്റെ അവിടെ നമുക്ക് അത് കാണാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അവിടെ ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും പറ്റില്ല. അത് കാണാൻ വരാം. ഫുൾ ശീതളടിക്കുന്ന കാരണം മൊത്തം നനഞ്ഞു. അപ്പം റെയിൻകോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് പോവാം, മഴയുള്ള സമയത്ത് പ്രത്യേകിച്ച്. വേറെന്താ അത്രയും. ഞങ്ങൾ ഒരു കാപ്പിയോട് കൂടി ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ ട്രിപ്പ് ഒന്നുമില്ല, വൺഡേ റൈഡ്. അപ്പോൾ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇവൻ ഇപ്പോൾ ഇവിടെ ഇവൻ്റെ വീട് ഇവിടെ അടുത്താ, പാല തന്നെയാണ്. അവിടെ അടുത്താ. എനിക്ക് ഒരു 70 കിലോമീറ്റർ തിരിച്ച് കലൂർക്ക് പോകാനുണ്ട്. നല്ലായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇല്ല, നല്ലായിരുന്നു. പക്ഷെ ട്രിപ്പിനെ കുറിച്ച് മാത്രം നമ്മൾ കുറെ സംസാരിച്ചിട്ടുണ്ട്. അത് മാത്രം സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പോവാമെന്ന് വിചാരിച്ചത്. പക്ഷെ നല്ലതായിരുന്നു. ഞാനും ഫസ്റ്റ് ടൈം ആയിരുന്നു. ഫസ്റ്റ് ടൈം ആയിട്ടാണ് നല്ല എക്സ്പീരിയൻസ്. ഇവ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാറുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറേ സ്ഥലങ്ങളിൽ ഇവനാണ് എന്നെ വലിച്ചു കയറ്റിയത്. അതുകൊണ്ട് എനിക്ക് അവിടെ കയറാൻ പറ്റി. സോ താങ്ക് യു എൻ്റെ കൂടെ വന്നതിന്. ഇനി നമുക്ക് എവിടെയെങ്കിലൊക്കെ പോവാം. നമുക്ക് അടുത്ത ട്രിപ്പ് സെറ്റ് ചെയ്യാം. അതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അടുത്ത വീഡിയോ കൂടെ കാണാം. ബൈ.